പാലത്തായി പോക്സോ കേസിൽ പെൺകുട്ടിക്ക് നീതി ലഭിച്ചെന്ന് പ്രോസിക്യൂട്ടർ. കുട്ടികളെ ഉപദ്രവിക്കുന്നവർക്ക് ഈ ശിക്ഷാവിധി ഒരു മുന്നറിയിപ്പാണ്. തേഞ്ഞുമാഞ്ഞു പോയി എന്ന് കരുതിയ കേസിൽ പ്രതിക്ക് ശിക്ഷ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും അഭിഭാഷകർ പ്രതികരിച്ചു. അധ്യാപകർ, അതുപോലെ തന്നെ അച്ഛനമ്മ, ഇവരൊക്കെ നമ്മൾ ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഗുരുക്കൾ ദൈവമാവേണ്ട സ്ഥലത്താണ് കാപാലികരായി മാറുന്നത്. സ്വാഭാവികമായിട്ടും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കേണ്ട ആദ്യ ഉത്തരവാദിത്തം അധ്യാപകർക്കാണ്. ആ അധ്യാപകൻ തന്നെ ആ കുട്ടിയുടെ ജീവൻ എടുക്കുന്നതിൽ കുട്ടിയെ അപമാനിക്കുന്ന, കുട്ടിയെ ദുരുദ്ദേശത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നവർക്ക് തീർച്ചയായും ഒരു പാഠമാണ് ഇത്തരം ആളുകൾക്ക്. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഏത് സ്ഥാപനത്തിലെ ആളുകൾ ചെയ്താലും അതൊരു പാഠമാണ്. ഇത് കേരളത്തിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജായിട്ട് നമ്മൾ കണക്കാക്കുക. വളരെ സന്തോഷത്തോടു കൂടിയാണ് വിധി കാണുന്നത്. ഏറ്റവും നല്ല ഒരു പണിഷ്മെന്റ് തന്നെയാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവൾക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ പ്രധാനമായിട്ടുള്ളത് കുഞ്ഞ് എത്രത്തോളം ആ അധ്യാപകനെ വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ ആ അധ്യാപകനെ ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിൽ കണ്ട അധ്യാപകനാണ് ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ കൈവയ്ക്കുന്നത്. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഒരു അധ്യാപകനും ഇനി മേലാൽ ഒരു കുഞ്ഞിനെയും ഇതേപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പാടില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞിന്റെ 3 വർഷമാണ് കുഞ്ഞിന് പിന്നെ സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ അധ്യാപനം നടത്താനോ പറ്റാതിരുന്നത്. അതൊരു വലിയ വിഷമമുള്ള കാര്യം തന്നെയാണ്. അവരുടെ വിദ്യാഭ്യാസമാണ് 3 വർഷത്തത് ഈ ഒരു കാര്യം കൊണ്ട് പോയിട്ടുള്ളത്. ലൈഫ് ഇംപ്രിസൺമെന്റ് ആണെങ്കിൽ തന്നെ അത് ടിൽ ഡെത്ത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. നിരാലംബരായ ഒരാൾക്ക് പോലും നീതി നമ്മുടെ രാജ്യത്ത് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പലരും എഴുതി തള്ളിയ ഒരു കേസ്, പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കേസ്, കേരളത്തിൽ ഒരു കാലത്ത് വലിയ ചർച്ചകൾ ചെയ്ത കേസ്, പിന്നീട് അതൊന്ന് തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് വരെ പലരും ചിന്തിച്ച ഒരു കേസാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിന്, പിതാവില്ലാത്ത ഒരു മോൾക്ക് നമ്മുടെ രാജ്യത്തെ നീതിപീഠം എത്തിച്ചേരാവുന്നതാണ് എന്ന് തെളിയിക്കുന്ന ഒരു വിധിയാണ്. കോടതി നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. ആ സന്ദേശം അത് വിലപ്പെട്ടൊരു സന്ദേശമാണ്. ആ സന്ദേശമാണ് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത്. ഇതിൽ മറ്റാരോപണങ്ങൾക്കെല്ലാം മറുപടി അത് തന്നെയാണ്. നീതി എല്ലാവർക്കും ഉള്ളതാണ്. അതിന് രാഷ്ട്രീയ വേർതിരിവോ മറ്റു വേർതിരിവോ ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ നീതി എന്നാണ് കുടുംബവുമായി ബന്ധപ്പെട്ടവരുടെ പ്രതികരണമായിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പറയാനുള്ളത്. സത്യത്തിന്റെ വിജയം, അതുപോലെ തന്നെ ഈ പ്രതിസന്ധികൾ നേരിട്ട് ഇതുവരെ പോരാടിയ, ധീരമായി കോടതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിലും മൊഴി നൽകിയ കുട്ടി, ആ കുട്ടിയെ ചേർത്ത് പിടിച്ച കുടുംബം, ഹൈക്കോടതി വരെ പോയി ഈ കേസിന് ഒരുപക്ഷെ എഴുതി തള്ളുമായിരുന്ന ഈ കേസ് വീണ്ടും ജീവൻ വിൽപ്പിച്ച് സത്യത്തിലേക്ക് എത്തിച്ച ആ കുടുംബം, അവരാണ് ഈ വിജയത്തിന് അർഹത. നിയമവാഴ്ചയിൽ കോടതിയിൽ കുറച്ചുകൂടി നമ്മൾക്ക് വിശ്വാസം വരുന്ന ഒരു വിധിയാണിത്. യഥാർത്ഥത്തിൽ സ്കൂളുകളിലേക്ക് മക്കളെ അയക്കുന്ന ഓരോ രക്ഷിതാക്കളും, അത് നമ്മുടെ അധ്യാപകര് കുട്ടികളെ അത്രയധികം സംരക്ഷിക്കും. അവര് നമ്മൾക്ക് പകരമാണ്, പേരൻസിന് പകരമാണ് എന്ന് കരുതുന്നവരാണ്. അവിടെയാണ് ഇത്രയും ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. അതുണ്ടായപ്പോൾ തന്നെ ആ കുഞ്ഞാണെങ്കിൽ മറ്റുള്ള ഇതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് അത് തുറന്നു പറയുകയാണ് ചെയ്തത്. അത് മറച്ചു വെക്കുകയല്ല, അത് തുറന്നു പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് അർഹമായിട്ടുള്ള നീതി കിട്ടേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ കിട്ടിയത്. പക്ഷേ ഈ 6 വർഷം ആ കുട്ടി അനുഭവിച്ച വേദനകൾ, അത് നമ്മൾ ഓരോരുത്തരുടെയും നമ്മൾ നെഞ്ചിൽ ഏറ്റെടുക്കേണ്ടതാണ്. അതിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയൊരു ചുവടുവെപ്പാണ്. അതായത് ഇതുപോലുള്ള ഇത്രയും നീചമായിട്ട് സ്വന്തം വിദ്യാലയത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ ഈ രൂപത്തിൽ കാണുന്ന ഇനി അങ്ങനെ ഒരു അധ്യാപകൻ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഇത് മുഴുവൻ പേർക്കുമുള്ള ഒരിതാണ്. മാതാ പിതാ ഗുരു എന്ന് എഴുതി ചുമരിൽ ഒട്ടിച്ച് രാത്രി ഉറങ്ങുമ്പോൾ അത് കണ്ടുകൊണ്ടും എഴുന്നേൽക്കുമ്പോൾ അത് കണ്ടുകൊണ്ടും ഉണരുന്ന പാലത്തായിലെ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി LSSന്റെ സ്കോളർഷിപ്പ് കിട്ടിയ ഒരു പെൺകുട്ടിയാണ്. പിതാവില്ലാത്ത, ഉപ്പയെ കാണാത്ത ഒരു കുട്ടിയാണ്. ഉമ്മ പ്രസവിക്കുന്നതിന് മുന്നേ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ട ഒരു അധ്യാപകൻ, LSSന്റെ സ്കോളർഷിപ്പ് കിട്ടിയ ഒരു മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയെ, ആ ക്ലാസ്സിലെ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിയെ ഈ ഒരു അധ്യാപകൻ പീഡിപ്പിച്ചു. ആ കുട്ടിയുടെ 5 വർഷം പോയി. സമൂഹം എങ്ങനെ അവരെ നോക്കിക്കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മരണം വരെ ജീവപര്യന്തം എന്നുള്ളത് അതിന് തുല്യമാണോ എന്ന് വരെ നമ്മൾ ഇപ്പോൾ ഊഹിച്ചു പോകുന്നു. വളരെ സന്തോഷമുണ്ട്. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആളുകളൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്ത് മുന്നേ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും TK രക്തകുമാർ സാറിന്റെയും രമേശൻ സാറിന്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണം ഇത് പോക്സോ കേസ് തന്നെയാണെന്ന് കണ്ടെത്തി കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല ശിക്ഷ തന്നെയാണ് പ്രതിക്ക് കിട്ടിയത്.